ലക്ഷദ്വീപ് റോസ്മലയിലേക്കുള്ള സഞ്ചാരം ഏതൊരു പ്രകൃതി സ്നേഹിയെയും ആകർഷിക്കും. ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ച് റോസ്മലയിൽ അവസാനിക്കുന്ന കാനനപാത യുവാക്കൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ഹരം കൊള്ളിക്കുന്നതാണ്. ഇടതൂർന്ന വനങ്ങളും വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡുമൊക്കെ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ്. പുനലൂരിൽ നിന്ന് തെന്മല വഴി 13 കവാടങ്ങളുള്ള പാലം കടന്നു വേണം റോസ്മലയിലേക്ക് പോകാൻ. കഴുതുരുട്ടിയാണ് റോസ്മല ട്രിപ്പിന്റെ ആദ്യ ഡെസ്റ്റിനേഷൻ. വലിയ മരങ്ങളുടെ തണലിലൂടെ ചീവീടുകളുടെ ഇരമ്പൽ കേട്ട് ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ റോസ്മല യാത്രയുടെ ആദ്യ പടിയായി. തലയ്ക്കുമീതെ കുടവിരിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ, കിളികളുടെ കൊഞ്ചരാരവങ്ങൾ. കേരളത്തിൽ ഇത്തരം സ്ഥലങ്ങൾക്ക് ഒരുപാടിടങ്ങളുണ്ട്. പക്ഷേ കൊല്ലം ജില്ലയിലെ അത്തരം മനോഹരമായൊരു സ്ഥലത്താണ് ഇന്ന് നമ്മളുള്ളത്. സിന്ദുരണി വന്യജീവി സങ്കേത മേഖലയാണ്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. തേക്കുമരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം കടന്നാണ് കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ മുതൽ സെന്തുരണിയിലെ ആദ്യ ചെക്ക് പോസ്റ്റ് വരെ വീടുകളില്ല. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വിളക്കുമരം വഴി റോസ്മലയിലേക്ക് KSRTCയുടെ പ്രതിദിന സർവീസ് ഉണ്ട്. 7 മണിക്ക് ആദ്യം വണ്ടി ഇവിടെ എത്തും. 8 മണിക്ക് ഇവിടെ തിരിച്ച വണ്ടി കൊട്ടാരക്കരയിലേക്ക് പോകും. വൈകുന്നേരം 4 മണിക്ക് വീണ്ടും KSRTC ഇവിടെ എത്തി ആൾക്കാരുമായി 5 മണിക്ക് ഇവിടെ നിന്ന് ആര്യങ്കാവിലേക്കാണ് അവസാന ട്രിപ്പ്. അങ്ങനെ സഞ്ചാരികൾക്ക് എന്തുകൊണ്ടും എത്തിപ്പെടാൻ KSRTCയുടെ കൂടി സൗകര്യം ഈ റോസ്മലയിലേക്ക് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കാട്ടരുവിയുടെ ശബ്ദവും മരക്കൊമ്പ് കുലുക്കി പരക്കം പായുന്ന കുരങ്ങന്മാരുടെ ബഹളവും യാത്രയ്ക്ക് സാഹസിക ഭാവം പകരുന്നു. റോസ്മല യാത്രയുടെ ആദ്യ താവളം ചപ്പാത്താണ്. മഴക്കാലത്ത് കുത്തിയൊലിക്കുന്ന കാട്ടരുവി റോഡിന് കുറുകെ ഒഴുകുന്ന സ്ഥലമാണ് ചപ്പാത്ത്. ചപ്പാത്തിൽ നിന്ന് 1 കിലോമീറ്റർ കുന്നു കയറിയാൽ ചെക്ക് പോസ്റ്റിന് മുന്നിലെത്താം. ഇതിനപ്പുറത്താണ് വംശനാശം നേരിടുന്ന ചെങ്കുറിഞ്ഞി മരങ്ങൾ വളരുന്ന സെന്തുരണി വന്യജീവി സങ്കേതം. അപൂർവമായ സസ്യസമ്പത്ത് തന്നെയാണ് സിന്ദുരണി വനമേഖലയിലുള്ളത്. ഈ സിന്ദുരണി വനമേഖലയിലുള്ള റോസ്മലയിലേക്കുള്ള യാത്ര അതീവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഓരോ ഘട്ടത്തിലും ദുർഘടം പിടിച്ച പാതയാണ്. അതിനപ്പുറം ഇരുവശവും സഞ്ചാരികളുടെ മനം കവരുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും. ഫോറസ്റ്റ് സ്റ്റേഷനരികെ മലദൈവങ്ങൾക്ക് തിരിതെളിക്കുന്ന പീഠമുണ്ട്. പണ്ട് ഗോത്രവാസികൾ അപകടങ്ങൾ ഒഴിവാകാൻ പ്രാർത്ഥിച്ചിരുന്ന മണ്ഡപമാണ് ചുവപ്പ് ചേല ചുറ്റിയ പീഠം. ഇരുവശത്തും നൂറ്റാണ്ടിലേറെ പ്രായമുള്ള പടുകൂറ്റൻ മരങ്ങളാണ്. മരച്ചില്ലകളിൽ സവാരി നടത്തുന്ന മലയണ്ണാനാണ് കൗതുക കാഴ്ച. ചെങ്കുറിഞ്ഞു മരങ്ങൾ സംരക്ഷിക്കാനാണ് സെന്തുരണിയുടെ ഒരു ഭാഗം സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് 700 മീറ്റർ പിന്നിട്ടതോടെ റോസ്മല വ്യൂ പോയിന്റിന് സമീപത്തെത്തി. സഞ്ചാരികളെ വ്യൂ പോയിന്റിലെത്തിക്കുന്ന കുമാരനും ഇതിനിടയിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നു. നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ പുറയിൽ കാണുന്നത് കുമാരൻ. അത് ഈ സിന്ദുരണി വനമേഖലയിൽ നമ്മൾ ഈ പറയുന്ന വ്യൂ പോയിന്റിൻ്റെ അടുത്ത്, റോസ്മലയിലെ വ്യൂ പോയിന്റിന് അടുത്ത് ഈ വനപാലകർക്കൊപ്പമുള്ള ഒരു നായയാണ്. ആ നായയുടെ ഒരു വിശേഷം വളരെ വലുതാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ വനപാലകൻ കൂടിയായ രാജേഷ് സാർ ചേരുന്നുണ്ട്. സാറേ, ഇത് എങ്ങനെയാണ് ഈ നായയുടെ ഒരു വിശേഷം? ഇത് ഈ പരിസരത്ത് തന്നെ ഉള്ള ഒരു നായായിരുന്നു. അപ്പം അവിടെ എന്തോ ക്രിയ കാണിച്ചിട്ട് ഇവിടെ വന്ന് പെട്ടതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്നു. ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരികയും പോവുകയും ചെയ്യുന്നതാണ് ഇയാളുടെ പരിപാടി. അപ്പോൾ ഇയാൾ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ
കൂലിയായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കും. ഈ പുലി ബിസ്ക്കറ്റിനൂടെ ഈ ദേഹത്തൊരു പാട് കൂടെ നമ്മൾ ഒന്ന് രണ്ട് തവണ പുലിയുടെ ആക്രമണം ഉണ്ടായതാണ്. അപ്പം പുലിയുടെ ആക്രമണം ഉണ്ടായതിന് ശേഷം ഇയാൾ വളരെ സുരക്ഷിതനായിട്ട് കിടക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടുന്ന് പോകാറുണ്ട്. പുലി വരുന്നും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇത് ഇവിടം വിട്ട് പോയിട്ട് കുറേ കൂടെ സുരക്ഷിതമായ സോളാർ ഫെൻസിങ് മറ്റോ ഉള്ള ഏതോ ഒരു വീട്ടിൽ പോയി താമസിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാവൽക്കാരൻ കൂടിയാണ്. അതെ 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 അതെ. മുളങ്കാടിനിടയിലൂടെ പാറക്കൂട്ടം താണ്ടിയാൽ വാച്ച് ടവർ. വനം വകുപ്പിന്റെ വയർലെസ് കേന്ദ്രത്തിന് മുകളിലാണ് വാച്ച് ടവർ നിർമ്മിച്ചിട്ടുള്ളത്. കൈവരി കെട്ടി ഇരിപ്പിടമൊരുക്കിയിട്ടുള്ള വാച്ച് ടവറിൽ നിന്നാൽ പരപ്പാർ ജലാശയം കാണാം. തെന്മല അണക്കെട്ട് നിറയ്ക്കുന്ന 3 പുഴകളുടെ ഉദ്ഭവസ്ഥാനങ്ങളിലേക്കും നമ്മുടെ കണ്ണുകളെത്തും. വ്യൂ പോയിന്റിലെത്തി എന്തുണ്ട് കാണാനെന്ന് ചോദിച്ചാൽ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എന്ന് ഇവിടെ എത്തിയ ഓരോരുത്തർക്കും മനസ്സിലാകും. നമുക്ക് എന്താണ് ഇവിടുത്തെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് ഇവിടുത്തെ തന്നെ നമ്മുടെ രാജീവ് സാറ് നമ്മുടെ കൃത്യമായി പറഞ്ഞുതരും. സാർ, എന്താണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാണാം എന്ത് മനോഹരമാണ് എന്നുള്ളത്. ഈ നമ്മുടെ ഒരു സസ്യസമ്പത്തിൻ്റെ അപൂർവമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ തുരുത്തുകൾ രൂപപ്പെടുന്നത്? ഇത് ഈ പരപ്പാർ ഡാമിൻ്റെ കമ്മീഷനിങ്ങിന് ശേഷം ഈ പരപ്പാർ ഡാമിൻ്റെ ഉദ്ഘാടനത്തോടെ സംബന്ധിച്ച് ഈ വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ജലാശയത്തിന് നടുവിൽ ദ്വീപസമൂഹങ്ങളെപ്പോലെ നിൽക്കുന്ന തുരുത്തുകളാണ് വാച്ച് ടവറിൽ നിന്നുള്ള ദൃശ്യം. പണ്ട് ജനവാസ മേഖലയായിരുന്നു. ഒരു പ്രളയകാലത്ത് ജലം ഗ്രാമത്തെ വിഴുങ്ങിയെന്നാണ് ചരിത്രം. അതിനു മുന്നേ ഈ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ വനഭൂമിയായിരുന്നു. അതിന് ചുറ്റും വെള്ളം നിറഞ്ഞപ്പോൾ അത് തുരുത്തായിട്ട് രൂപപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാം ജനങ്ങൾ തങ്ങിയിരുന്ന സ്ഥലമാണ്. ഇവിടെ പല പ്രദേശങ്ങളിലും ജനവാസവും കൃഷിയും ഒക്കെ ഉള്ള മേഖലയായിരുന്നു. അത് വെള്ളം നിറഞ്ഞപ്പോൾ ഡാമിൻ്റെ കമ്മീഷനിങ്ങോടനുബന്ധിച്ച് അവരെല്ലാം ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പൂർണ്ണമായും സംരക്ഷിത പ്രദേശത്തുമായി. അതെ അതെ. ഏതൊക്കെ തരത്തിലുള്ള വന്യജീവികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ കേരളത്തിൽ കാണുന്ന ഈ സിംഹം ഒഴികെയുള്ള മറ്റ് എല്ലാവിധ ജീവികളും ഈ കാട്ടിലുണ്ട്. കരടി, കാട്ടുപോത്ത്, ആന, പുലി, കടുവയുടെ സാന്നിധ്യവും ഈ ചന്ദ്രണി കാടുകളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോഴും ഈ വനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അത്തരം വല്ല മോശമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ? അല്ല, അങ്ങനെ ഇല്ല. അതിന് വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടായിരിക്കും ജീവനക്കാർ. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻകരുതലോടുകൂടിയായിരിക്കും കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചിട്ടില്ല. ഇന്ന് റോസ്മലയിലെത്തുന്നവരുടെ എണ്ണം ചെറുതല്ല. സിംഹമൊഴികെ എല്ലാ ജീവികളും ഈ ചെന്തുരുണിയിലുണ്ട്. ഈ റോസ്മലയെ സംബന്ധിച്ച് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഏറെയുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാലനം അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നവരാണ്. ഇത് നമ്മുടെ സുരേഷ് സാറാണ്. സുരേഷ് സാറ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയും. എന്താണ് സാർ ഈ റോസ്മലയിലേക്ക് എന്തുകൊണ്ട് സഞ്ചാരികൾ എത്തണം? റോസ്മലയിലെ ഒരു പ്രകൃതി സൗന്ദര്യം, ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഇവിടുത്തെ കാലാവസ്ഥ. ഇപ്പം ഈ വർഷമാണ് ഈ ചൂട് കൂടുതലായത്. അല്ലെങ്കിൽ ഇത്രയും ചൂട് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് 12 കിലോമീറ്റർ കാട്ടിക്കൂടെ വരുന്നത്, അത് ഒരു ത്രില്ലായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. വന്നവർ വീണ്ടും വരുന്നവരുണ്ട്. ഈ ഇവിടെ വളരെ വർഷത്തെ സേവനമുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ഈ റോസ്മലയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് ഓർമ്മകൾ വരുന്ന അനുഭവം? എന്താണ്? 25-30 വർഷം കൊണ്ട് ഞാനിവിടെ ഉണ്ട്. അന്നോട്ടുള്ള ഇവിടെ മറ്റ് നല്ല കാലാവസ്ഥ, നല്ല കാര്യങ്ങളൊക്കെയാണ്. മനോഹരമായ റോസ്മല കൊല്ലത്തിന്റെ കിരീടമായി പലപ്പോഴും വാഴ്ത്തപ്പെടുന്നു. വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല റോസ്മല. നിബിഡ വനം ഉൾക്കൊള്ളുന്ന സിന്ദുരുണി വനമേഖല കൂടി ചേർന്നതാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് സിന്ദുരുണിയിൽ. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളുടെയും മനം കവരുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീണ്ടും കാണുന്നവരെ നന്ദി.